ചമാക്ക് എല്ലാവർക്കും സിനിമോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബൃന്ദ എന്ന് പറയുന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആദ്യം ഇത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള വെബ് സീരീസിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമാറ്റോഗ്രാഫർ 2.0 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ചാനൽ ഞങ്ങൾ തുടങ്ങിയെന്ന്. അതിന് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഇനി ഒരുപാട് ആൾക്കാരിലേക്ക് ആ ചാനൽ എത്താനുണ്ട്. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോന്റെ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ തന്നെ നിങ്ങളത് ചെക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. പിന്നെ പുതിയ പുതിയ മൂവീസിന്റെ വീഡിയോസ് ഒക്കെയാണ് ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ കണ്ടും ലൈക്ക് അടിച്ചും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കില്ലറായ സത്യനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആ സീക്വൻസ് കാണിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇപ്പൊ സ്റ്റേഷനിലേക്ക് എത്തിച്ച സത്യനെ പോലീസുകാർ ചോദ്യം ചെയ്യുവാണ്. എന്നാൽ എത്രയൊക്കെ ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. അവന്റെ പെരുമാറ്റമെല്ലാം കാണുന്ന സമയത്ത് മാനസികമായിട്ട് അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുന്നു. അങ്ങനെയിരിക്കുന്നു അതേസമയം തന്നെ പോലീസുകാര് മരിച്ചുപോയ അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തിന്റെ ബോഡി അവിടുത്തെ ആ പുഴയുടെ അരികിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ബോഡി കിട്ടിയ പരിസരം മുഴുവൻ ചെക്ക് ചെയ്യുന്ന സമയം അവിടുന്ന് അവർക്കൊരു ATM സ്ലിപ്പ് കിട്ടുവാണ്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് അത് ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെതായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ വ്യക്തിനെ പറ്റി നായിക അന്വേഷിക്കാൻ തുടങ്ങുന്നു. അയാൾ കുറച്ച് സോഷ്യൽ വാല്യൂ ഉള്ള അവിടുത്തെ ഒരു പ്രമുഖനായിരുന്നു. അയാളുടെ നേതൃത്വത്തില് ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം നടത്തി വരുമായിരുന്നു. ആനന്ദ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇന്ദ്രജിത്ത് ആണ്. അങ്ങനെ ഇപ്പൊ ആനന്ദിന്റെ അടുത്തേക്ക് വന്ന് നായിക ATM സ്ലിപ്പിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് എന്റെ ഒരു ATM സ്ലിപ്പ് കിട്ടിയെന്ന് വിചാരിച്ച് ആ കൊല ചെയ്തത് ഞാനായിരിക്കും, അങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് അയാൾ നൈസായിട്ട് നായികന്റെ കയ്യിൽ നിന്ന് ഊരി പോവാണ്. വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ വന്ന് ചോദ്യം ചെയ്യാനും പോലീസുകാർക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഇനി എന്ത് ചെയ്യാന്ന് നായിക ആലോചിക്കുന്നു. കേസ് അന്വേഷണം ഇപ്പോൾ ഒരു ഡെഡ് എൻഡി വന്ന് നിൽക്കുവാണ്. എന്നാലും നായികയ്ക്ക് ആനന്ദിനോടുള്ള സംശയം മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ വീണ്ടും ഫോളോ ചെയ്യാൻ വേണ്ടി നായിക തീരുമാനമെടുക്കുന്നു. അങ്ങനെ അയാൾ അറിയാതെ അയാളെ പറ്റി കൂടുതൽ കാര്യങ്ങളെല്ലാം നായിക മനസ്സിലാക്കിയെടുക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായിക ഒരു കാഴ്ച കാണുവാണ്. നായികന്റെ അനിയത്തി ഒരു പയ്യനോടൊപ്പം കാറിൽ കയറി പോകുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് വീട്ടിലേക്ക് എത്തിയ നമ്മുടെ നായിക അനിയത്തിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും, അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നും പറഞ്ഞ് അനിയത്തി നായികനോട് തട്ടിക്കയറുന്നു. ഈ സമയം നായിക വിഷു ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് സാരഥിയും ബാക്കി പോലീസുകാരും കൂടി സ്ഥിരമായിട്ട് ഇതേപോലത്തെ ഡെഡ് ബോഡികൾ കിട്ടാറുള്ള ആ പുഴയില്ലേ, ആ പുഴയും പരിസരവും എല്ലാം ശരിക്കും അരിച്ചു വീർക്കുവാണ്. പക്ഷെ ഇവർക്ക് സഹായകരമായ രീതിയിൽ ഒന്നും തന്നെ അവിടുന്ന് കിട്ടുന്നില്ല. അടുത്ത സീനിൽ വീണ്ടും ആ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. കഞ്ചാവ് കേസിൽ പിടിച്ചോണ്ട് വന്ന സത്യ എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാളുടെ പെരുമാറ്റെല്ലാം കണ്ടപ്പോൾ അയാൾക്ക് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കിയിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അയാൾ ഇന്നസെന്റ് ആണെന്നുള്ള രീതിയിൽ അയാളെ ഇപ്പൊ പോലീസുകാർ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ ആനന്ദിനെ കാണിക്കുവാണ്. ആനന്ദ് അറിയുന്ന നായിക ആനന്ദിനെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലോ. ആ കാര്യം ഇപ്പൊ ആനന്ദ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകന്റെ അടുത്ത് ചെന്ന് ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ട മേഡം, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെയെല്ലാം നായകനോട് ആനന്ദ് ചോദിക്കുന്നു. നായിക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആനന്ദിനെ ഫോളോ ചെയ്യുമായിരുന്നല്ലോ. എന്നാൽ സംശയിക്കുന്ന രീതിയിലൊന്നും തന്നെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അയാളോടുള്ള ആ സംശയമെല്ലാം നായികയ്ക്ക് മാറുവാണ്. അങ്ങനെ നായിക കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അയാൾ നായികയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. അങ്ങനെ അയാളും അയാളുടെ ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അയാൾ നായകനെ കൂട്ടിക്കൊണ്ടേ കാട്ടിക്കൊടുക്കുന്നു. അയാളുടെ വീട്ടിൽ അയാളുടെ വയ്യാതെ കിടക്കുന്ന അച്ഛൻ മാത്രമേ ഉള്ളൂ. അന്ന് ഈവനിങ് ആവുന്ന സമയത്ത് നായകനെ അവിടേക്കും അയാൾ കൊണ്ടുപോകുന്നുണ്ട്. വക്കീലായിരുന്ന അയാളുടെ അച്ഛൻ ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിടപ്പിലാണ്. അങ്ങനെ ആനന്ദ് അച്ഛനെ എത്ര കെയർ ചെയ്താ നോക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന സമയം ആനന്ദിനോട് നായികയ്ക്ക് നല്ലൊരു മര്യാദ വരുന്നു. അങ്ങനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിക്കുവാണ്. അതെന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ കിടപ്പിലായിരുന്ന ആനന്ദിന്റെ അച്ഛനില്ലേ, അയാളെ ആ കില്ലർ കൊടൂരമായിട്ട് വീട്ടിൽ വെച്ച് കൊന്നുകളയുന്നു. അങ്ങനെ ഈ കാര്യം അറിയുന്ന സമയത്ത് ആനന്ദാണെങ്കിൽ ഒരുപാട് തകർന്നു പോവാണ്. അങ്ങനെ അയാൾ ഒരുപാട് കരയുന്നു. ഇതേ സമയം പ്രസ് മീഡിയാസ് എല്ലാം ഇത് വലിയ വാർത്തയാക്കുവാണ്. ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിനെ സംശയിച്ച് അയാളുടെ പുറകെ പോയോണ്ടാണ് ആ കില്ലർ അയാളുടെ ഫാദറിനെ ടാർഗറ്റ് ചെയ്ത് അയാളെ തീർത്ത് കളഞ്ഞത്. പോലീസുകാരെ അനാസ്ഥ കൊണ്ടാണ് ഇപ്പൊ ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് മീഡിയാസ് പോലീസിനെ ക്രൂശിക്കുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഹയർ ഒഫീഷ്യൽസ് എല്ലാം ഇതിന്റെ വലിയ പ്രഷർ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവരവരുടെ ദേഷ്യമെല്ലാം തീർക്കുന്നത് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന SI പോസ്റ്റിലുള്ള സാരഥിനോടും നായികനൊക്കെയാണ്. അങ്ങനെയിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു. നായികന്റെ അനിയത്തി അവളുടെ കാമുകനും കൂടി ഒരു നൈറ്റ് പാർട്ടിക്ക് പോവുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മദ്യപിച്ച് അവർ തിരിച്ചു വരുന്ന സമയം മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള രീതിയിൽ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്നു. കുറെ നേരം കഴിയുമ്പോൾ നമ്മുടെ നായിക ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ ഇറക്കാൻ വേണ്ടി അവിടേക്ക് സ്റ്റേഷനിലേക്ക് എത്തുവാണ്. നായികനോട് ഓൾറെഡി ദേഷ്യമുള്ള CA ആണെങ്കിൽ നായിക ഇങ്ങനെ അവരെ റിലീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവളോടുള്ള ദേഷ്യം കൊണ്ട് അതിന് സമ്മതിക്കുന്നില്ല. സാർ അവര് ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ഫൈൻ അടച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് നായിക പറയുന്ന സമയം നായകന്റെ അനിയത്തിനെ പറ്റി CA മോശമായിട്ട് സംസാരിക്കുന്നു. ഇത് കേട്ടത് നായികയ്ക്ക് ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ ഇത് തന്റെ സീനിയർ ഓഫീസർ ആണെന്ന് പോലും നോക്കാതെ നമ്മുടെ നായിക ആ ദേഷ്യം കൊണ്ട് അവിടെ വെച്ച് അയാളെ തല്ലുന്നു. ഈ സമയം കൂടെയുള്ള ബാക്കി പോലീസുകാരൊക്കെ നായികനെ പിടിച്ചു മാറ്റുവാണ്. അങ്ങനെ ഈ വിഷയം SP അറിയുന്നു. സംഭവം CAന്റെ കയ്യിലിരിക്കൊണ്ട് സംഭവിച്ചതാണെങ്കിലും സ്റ്റേഷനിൽ അത്രയും പോലീസുകാരെ മുമ്പിൽ വെച്ച് നായിക സീനിയർ ഓഫീസറെ തല്ലിയോണ്ട് നായികയ്ക്ക് അതിന്റെ വലിയ സസ്പെൻഷൻ കിട്ടുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയാണ്
ആണെങ്കിൽ ആനന്ദിനെ ചെയ്ത് കാണുന്നു. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെ കില്ലർ ടാർഗറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ നായിക ഈ സമയത്ത് അയാളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇനി നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, അത് വിട്ടുകളയാനൊക്കെ പറഞ്ഞ ഈ സമയത്ത് ആനന്ദ് നായികനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ നായികനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും നായിക കേസിന്റെ അന്വേഷണം വിടുന്നില്ല. ഡ്യൂട്ടിയിലുള്ള സാരഥിന്റെ ഹെൽപ്പോടെ നായിക അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ പുഴയുടെ ഏരിയയിലുള്ള ചില CCTV വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്ത് ആ ബോഡി അവിടെ ഡംപ് ചെയ്ത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം നായിക തുടങ്ങുവാണ്. അങ്ങനെ ആ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സത്യ എന്ന് പറയുന്ന വ്യക്തി അവിടെ കൂടി പാസ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ നായിക കാണുന്നു. അങ്ങനെ ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ മേഡം അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇയാളെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ പരിങ്ങലെല്ലാം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഞങ്ങൾ അയാളെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടും വന്നായിരുന്നു. എന്നാൽ പിന്നീട് മാനസികമായിട്ടെന്തോ പ്രശ്നമുള്ള ആളാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കേട്ട നായിക അയാളെ പറ്റി അന്വേഷിക്കാൻ ടീമിനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ CCTV പതിഞ്ഞ അയാളുടെ മുഖമില്ല പോലീസുകാർ ക്യാപ്ചർ ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ച് അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ പോലീസുകാർ കണ്ടുപിടിക്കുന്നു അയാളുടെ പേര് താക്കൂർ എന്നാണെന്ന്. ഈ സമയത്ത് നമുക്കൊരു ചിന്ത വരും, അപ്പൊ അയാൾ സത്യമല്ലേ എന്ന്. ഇപ്പോഴാണ് ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ ശരിക്കും സത്യമല്ല. എന്തായാലും താക്കൂർ എന്നാണ് അയാളുടെ പേരെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പോലീസുകാർ അയാളുടെ ഗ്രാമം എല്ലാം കണ്ടെത്തി അവിടെ ചെന്ന് അയാളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അയാളെ പറ്റി അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നമുക്കൊരു വിഷ്വലാക്കി കാട്ടിത്തരാൻ തുടങ്ങുന്നു. താക്കൂർ ജനിച്ചപ്പോൾ തന്നെ അയാളുടെ അമ്മ മരിച്ചുപോയി. ശേഷം താക്കൂറിന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് അവനെ നോക്കി വളർത്തിയത്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മ മരിച്ചായിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ട് നാട്ടുകാരെല്ലാം അവനെ ശവിക്കപ്പെട്ട ഒരു കുട്ടിയായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ ഒരു രീതിക്കായിരുന്നു അവനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ നാട്ടിലെ കുറെ ആൾക്കാര് അസുഖം ബാധിച്ച് മരിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നാട്ടുകാര് നാടിന് ഈ ശാപം ഉണ്ടാവുന്നതും ആ ചെക്കന്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താനും ക്രൂശിക്കാനും തുടങ്ങുന്നു. അങ്ങനെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടുകാര് അവിടേക്ക് ഒരു സ്വാമിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അയാളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരൊരു പരിഹാരം അന്വേഷിക്കുന്ന സമയം ആ സ്വാമി പറയുവാണ് നാടിന്റെ ശാപമായ ഈ പയ്യനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുള്ളൂ എന്ന്. അങ്ങനെ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നാട്ടുകാർ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയം താക്കൂർ എന്ന് പറയുന്ന ആ പയ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് ആ സമയത്ത്. പിന്നീട് അവൻ ആ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലാന്നും നാട്ടുകാർ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുവാണ്. അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട താക്കൂർ അതിനുശേഷം പോകുന്നത് സിറ്റിയിലുള്ള ഒരു ഓർഫനേജിലേക്കായിരുന്നു. ആ ഓർഫനേജിലായിരുന്നു ശരിക്കും നായികന്റെ ചേട്ടനായ സത്യ താമസിക്കുന്നുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സത്യ ഇതേപോലെ നാട് വിട്ടതിന് ശേഷം അവിടെയുള്ള ഒരു ഓർഫനേജ് വന്നു ചേർന്നുവെന്ന്. ആ ഓർഫനേജ് ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് താക്കൂർ സത്യയും തമ്മിൽ പരിചയപ്പെടുന്നു. അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. അങ്ങനെ സത്യ അവന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും താക്കൂർ അവന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം അവർക്ക് രണ്ടുപേർക്കും അവരുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ സെയിം ആയിരുന്നു. സോ നാട്ടിലുള്ള ഇങ്ങനത്തെ ചെറുത്താന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം, ഇങ്ങനെ മനസ്സുള്ള ഒരാളും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം അവർ ആ സമയത്ത് എടുക്കുവാണ്. അങ്ങനെ ഏകദേശം പ്രായപൂർത്തിയാവുന്ന സമയം അവർ രണ്ടുപേരും ആ ഓർഫനേജ് വിട്ടിറങ്ങുന്നു. ശേഷം അവരവരുടെ പ്രതികാരവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇത്രയും കൊലകളെല്ലാം അവർ രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടിയത്. അപ്പൊ താക്കൂറിന്റെ കൂടെയുള്ള സത്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എവിടെയാണെന്ന് നമുക്കൊരു ചിന്ത വരും. ആ സത്യമാണ് ഇപ്പൊ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി, അതായത് നമ്മുടെ നായികന്റെ സ്വന്തം ചേട്ടൻ. അങ്ങനെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിലും നായികയ്ക്ക് ഇത് അറിയത്തില്ല. അതുപോലെ ആനന്ദിനും അറിയത്തില്ല നായികയാണ് അവന്റെ അനിയത്തിയെന്ന്. അതുപോലെ ആനന്ദ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിലുള്ള മെമ്പേഴ്സ് എല്ലാം ഇവരെ പോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായിരുന്നു. സോ ഒരു സംഘടനയായിട്ട് രൂപം കൊണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ടായിരുന്നു ഇതുപോലുള്ള പല ക്രൈമും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, സത്യ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അവനൊരു അടുത്തെടുക്കുന്നുണ്ടായിരുന്നു. പ്രസന്റ്ലി അയാളുടെ കൂടെയായിരുന്നു ആനന്ദ് എന്ന് പറയുന്ന പേരില് സത്യ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. അതായത് ആ വ്യക്തിയായിരുന്നു ആ വക്കീല്. എന്നാൽ ആനന്ദ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങി അവരുമായിട്ട് ഒത്ത് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വയ്യാതെ കിടന്നിരുന്ന അവന്റെ വളർത്തച്ഛൻ അറിയുന്നു, അതായത് ആ വക്കീൽ അറിയുന്നു. അങ്ങനെ അയാൾ അത് പ്രശ്നമാക്കുമെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ആനന്ദ് താക്കൂറിനെ കൊണ്ട് അയാളെയും കൊല്ലിച്ചത്. മരിച്ചത് ഇയാളുടെ അച്ഛനായതുകൊണ്ട് തന്നെ ആരും ഇയാളെ സംശയിക്കില്ലല്ലോ. അങ്ങനെ ആ ഒരു രീതിക്ക് ആ കേസ് ഒതുങ്ങി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനില് നായികന്റെ അനിയത്തിനെയും അവളുടെ കാമുകനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരോട് ഇപ്പോൾ ഒരു പാർട്ടിക്കെല്ലാം പോയി അവിടുന്ന് തിരിച്ചു വരുന്ന സമയം കാറിലിരുന്നുകൊണ്ട് അവളുടെ കാമുകൻ അവളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അവൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവളെ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോകുന്ന സമയം അവൻ അവളെ പിടിച്ച് അവളുടെ തല ബോണറ്റിലേക്ക് ഇടിപ്പിക്കുവാണ്. ഈ സമയം കറക്റ്റ് ആയിട്ട് അവിടേക്ക് നായിക വരുന്നു. അങ്ങനെ ഇപ്പൊ നായിക അനിയത്തിനെ സേവ് ചെയ്ത് അവൻ അനിയത്തിനെ ചെയ്ത പോലെ നായിക അവന്റെ തല പിടിച്ച് ബോണറ്റിൽ ഇടിപ്പിക്കുന്നു. എന്നിട്ട് ഇനി എന്റെ അനിയത്തിന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോയില്ലെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ച് നായിക അനിയത്തിനെ സേഫായി വീട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഇപ്പൊ വലിയൊരു ആപത്തിൽ നിന്ന് നമ്മുടെ നായിക അനിയത്തിനെ സേവ് ചെയ്തുകൊണ്ട് അവൾക്ക് ചേച്ചിയായി നായികനോട് ഒരു മര്യാദയും സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ആനന്ദിനെയും അവന്റെ വീട്ടിലുള്ള താക്കൂറിനെയും കാണിക്കുന്നു. താക്കൂറിനെ പറ്റി അന്വേഷിക്കുന്ന സമയം പോലീസുകാർ അവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഈ കൊലകളെല്ലാം ചെയ്തത് താക്കൂർ തന്നെയാണെന്നുള്ള കാര്യം പോലീസുകാർ കണ്ടെത്തി. അതായത് പോലീസ് അന്വേഷിക്കുന്ന സൈക്കോ കില്ലർ താക്കൂറാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഇപ്പൊ പ്രസിനെയും മീഡിയാസിനെയും എല്ലാം കണ്ട് അവര് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പോലീസുകാർ ഇപ്പൊ ഷെയർ ചെയ്യുവാണ്. ഇതെല്ലാം ആനന്ദിന്റെ വീട്ടിലിരുന്ന് പറയുന്ന താക്കൂർ ആണെങ്കിൽ ഈ സമയം ഒരുപാട് പാനിക് ആവുന്നു. അപ്പൊ ആനന്ദ് അവനെ സമാധാനിപ്പിക്കുവാണ്. എടാ ഒരു പ്രശ്നമില്ല, നീ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്ക്, പോലീസ് ഒന്നും നിന്നെ കണ്ടെത്താത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ പറഞ്ഞു വിടാന്നും പറഞ്ഞ് ആനന്ദ് അയാളുടെ ഒരാളുടെ കൂടെ താക്കൂറിനെ പറഞ്ഞയക്കുവാണ്. അങ്ങനെ താക്കൂർ അയാളുടെ കൂടെ പോകുന്നുണ്ടെങ്കിലും ആ സമയത്തെല്ലാം താക്കൂറിന്റെ മനസ്സിൽ പോലീസുകാർ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയില്ലോ എന്നുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ അതെല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്ന അവൻ ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കുവാണ്. ഒരിക്കലും തന്റെ പുറകെ പോലീസ് വരാൻ പാടില്ല. അങ്ങനെ പോലീസ്
പോലീസുകാർ വരാതിരിക്കണമെങ്കിൽ അവരെ ശരിക്കും ഒന്ന് പേടിപ്പിച്ചേ പറ്റൂ. അതിന് ഏറ്റവും നല്ല മാർഗം നായികനെ അങ്ങ് കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാളും ഈ കേസിന്റെ പുറകെ വരില്ല. ഈ കാര്യം അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാക്കിക്കോളും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കണക്കൂട്ടി അവനാണെങ്കിൽ ആനന്ദ് കൂട്ടിന് പറഞ്ഞു വെച്ച ആളുടെ കണ്ണു വെട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ നായികന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ നായികനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാര് താക്കൂറിന് നേരെ വെടിവെക്കുന്നു. അങ്ങനെ അവന്റെ ഷോൾഡറിലൊക്കെ രണ്ടൂന്ന് വെടിയുണ്ട കൊള്ളുന്നു. നായിക താക്കൂറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി മീഡിയാസിൽ അറിയിച്ചുകൊണ്ട് ഇതറിയുന്ന താക്കൂർ നായികനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നായികയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കുറെ പോലീസുകാരുണ്ടായിരുന്നു കൂടെ. അവരാണ് ഇപ്പൊ താക്കൂർ നായികനെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് താക്കൂറിനെ തിരിച്ചാക്രമിച്ചത്. അങ്ങനെ ഇപ്പൊ ഷോൾഡറിൽ വെടികൊണ്ട താക്കൂർ ഈ സമയം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും നായികയും പോലീസുകാരും പുറകെ ഓടി ഒരു സ്ഥലത്ത് വെച്ചാണ് ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വഴി മുടക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തതെന്നൊക്കെ ഈ സമയം താക്കൂർ ദേഷ്യത്തോടുകൂടി നായകന്റെ ചോദിക്കുവാണ്. അപ്പോഴാണ് നായകൻ ടീംസ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ക്രൈംസിന്റെ പുറകിൽ താക്കൂർ ഒറ്റയ്ക്കല്ല, ഇവന്റെ കൂടെ മറ്റാരോ ഉണ്ടെന്ന്. അങ്ങനെ നായികത്ത് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും താക്കൂർ നായകനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവൾക്ക് അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നു. അവനുമായിട്ടുള്ള ഫൈറ്റിലെ നായികയ്ക്കും കുറെ പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ പരിക്ക് പറ്റിയ നായികനെ കൂടെയുള്ള പോലീസുകാർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാണ് താക്കൂറിനെ അവിടുന്ന് സേഫായി അയച്ച ആനന്ദ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അങ്ങനെ ആനന്ദ് അവിടേക്ക് എത്തുന്നു. അങ്ങനെ താക്കൂർ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് അയാൾ ഒരുപാട് തകർന്നു പോവാണ്. ആനന്ദ് താക്കൂറിനെ കണ്ടിരുന്നത് സ്വന്തം കൂടെ പിറപ്പായിട്ടായിരുന്നു. അതാണ് ഓർഫനേജിൽ വെച്ച് കണ്ടുമുട്ടിയ ആ സമയത്ത് തന്റെ അനിയത്തിന്റെ ആ മരപ്പാവ ആനന്ദ് താക്കൂറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു താക്കൂറിന്റെ കയ്യിലിരിക്കുന്നതായിട്ട് നമ്മളെ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്ത സീനിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ നായകനെ കാണിക്കുന്നു. ഇത്രയും വലിയൊരു കാര്യം നായിക ചെയ്തുകൊണ്ട് നായകന്റെ സീനിയർ ഉദ്യോഗസ്ഥരെല്ലാം നായകനെ അഭിനന്ദിക്കുകയാണ്. ഈ സമയം നായിക പറയുന്നു ഇത്രയും നാളും ഈ കേസിന് പുറകില് താക്കൂർ എന്ന് പറയുന്ന ആ കില്ലർ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ അയാളുടെയും പുറകിൽ മറ്റാരും ഉണ്ട്. എത്രയും വേഗം അയാളെയും കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസ് സോൾവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് കേട്ട സീനിയർ ഉദ്യോഗസ്ഥര് നായികയ്ക്ക് അതിന് വേണ്ട പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ നായിക താക്കൂർ ജനിച്ചു വളർന്ന സ്ഥലത്തിനെ പറ്റി എല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ആ ഓർഫനേജിന്റെ കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ഓർഫനേജിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയം ഓർഫനേജിൽ അവനുമായിട്ട് ഏറ്റവും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് സത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടായിരുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നു. നല്ല ബുദ്ധിയും കഴിവുള്ള സത്യനെ ഒരു വ്യക്തി ദത്തെടുത്തായിരുന്നു. ഇങ്ങനെയും കൂടി അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തിനെ പറ്റി നായികയും സാരഥിയും അന്വേഷിക്കുകയാണ്. അങ്ങനെ സത്യന്റെ ദത്തെടുത്ത ആളെ കണ്ടുപിടിക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയുമ്പോൾ നായിക ശരിക്കും ഞെട്ടുന്നു. ആ വ്യക്തി മറ്റാരുമല്ല നായികന്റെയും വളർത്തച്ഛനായിരുന്നു. അതായത് ലോറിയിൽ നിന്ന് കിട്ടിയതിനു ശേഷം നായികനെ നോക്കി വളർത്തിയ ആ പോലീസുകാരൻ. സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നായികനെ ആ ലോറിയിൽ നിന്ന് കിട്ടിയതിനു ശേഷം അയാൾ ആ കുഞ്ഞിനെ പറ്റി അതായത് നായികനെ പറ്റി ശരിക്കും അന്വേഷിച്ചു. അങ്ങനെ പോലീസുകാരനായ അയാള് അവൾക്കും അവളുടെ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നായികയ്ക്ക് ഒരു ചേട്ടനുണ്ട് ഇന്നപോലെ ആ ക്രൈം എല്ലാം ചെയ്ത് അവനവിടെ നിന്ന് നാട് വിട്ടു പോയതാണെന്നുള്ള കാര്യങ്ങളെല്ലാം അയാൾ അറിയുന്നത്. അങ്ങനെ കുറെ നാളത്തെ അന്വേഷണത്തിന്റെ ഒടുവില് അവ സിറ്റിയിലുള്ള ഒരു ഓർഫനേജിലേക്കാണ് വന്നിരിക്കുന്നുള്ള കാര്യം അയാൾ കണ്ടുപിടിച്ചു. അങ്ങനെ നായികനെ നോക്കി വളർത്തുന്ന പോലെ സത്യ എന്ന് പറയുന്ന ആ പയ്യനെ ദത്തെടുത്ത് അവരെ രണ്ടുപേരും കൂടി നോക്കി വളർത്താന്ന് അയാൾ പ്ലാൻ ചെയ്തു. ഇനി ചേട്ടനും അനിയത്തി ഒരുമിച്ചുണ്ടാവട്ടെ എന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചത്. എന്നാൽ അതിന് അയാളുടെ ഭാര്യ സമ്മതിച്ചില്ല. കാരണം നായികനെ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ക്രൈമുകൾ ചെയ്തിട്ട് വന്ന ആ പയ്യൻ ഈ കുഞ്ഞിന്റെ കൂടെ ചേർന്ന അവളുടെ ഭാവിയും കൂടി ഇല്ലാതാവുമെന്നും പറഞ്ഞ് ഭർത്താവുമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിയോണ്ടാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ അവന്റെ സ്പോൺസറായി നിന്നുകൊണ്ട് ഒരു ഹോസ്റ്റലിൽ നിർത്തി അവനെ പഠിപ്പിച്ചത്. അങ്ങേക്കുന്ന സമയത്താണ് ഒരു കേസിൽ ഇടപെടുന്ന സമയം ഒരു അപകടം പറ്റി നായികന്റെ വളർത്തച്ഛനായ പോലീസുകാരൻ മരിക്കുന്നത്. അതിനുശേഷം സത്യയാകെ ബുദ്ധിമുട്ടിലാവുന്നു. ശേഷമാണ് ആ വക്കീൽ വന്ന് അവന്റെ സ്പോൺസറായി അവനെ നോക്കി വളർത്താൻ തുടങ്ങിയത്. ആ സമയത്ത് ഈ മതത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരില് തമ്മിൽ തല്ലുന്നവരോടൊക്കെ സത്യക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. അങ്ങനെയുള്ളവരെയല്ല യാതൊരു ദക്ഷിണും കൂടാതെ ഇല്ലാതാക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു അവന്. അങ്ങനെ ഈ കാര്യങ്ങളുടെയൊക്കെ പേരിൽ ബാധിക്കപ്പെട്ടവരെയല്ല ഒരുമിച്ച് കൂട്ടി അവനൊരു സംഘടന രൂപം കൊണ്ടു. പിന്നീട് അവരെല്ലാവരും കൂടി ഇതുപോലെ നീചത കാണിക്കുന്ന ആൾക്കാരെ എല്ലാം കൊല്ലാൻ തുടങ്ങുന്നു. അതൊരു ഘട്ടത്തില് അവന്റെ സ്പോൺസറായ ആ വക്കീൽ അറിയുന്നോണ്ടാണ് അച്ഛനെ പോലെ കണ്ടിരുന്ന അയാളെ അവൻ കൊന്നുകളഞ്ഞത്. അങ്ങനെ പ്രസന്റിൽ നമ്മുടെ നായിക തന്റെ അച്ഛൻ ദത്തെടുത്ത ആ വ്യക്തിയാണ് സത്യ എന്നറിയുന്ന സമയം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എന്ന് ആ കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കുന്നു. നിന്റെ ചേട്ടൻ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നീ ഞങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ള ഭയം കൊണ്ടുമാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചെന്നും പറഞ്ഞ് ഈ സമയം അമ്മ പൊട്ടിക്കരയുന്നു. ശേഷം നമ്മുടെ നായിക സത്യ എന്ന് പറയുന്ന അവളുടെ ചേട്ടനെ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അയാളിപ്പോ സത്യ എന്ന് പറയുന്ന പേരിലല്ലോ. അതുകൊണ്ട് തന്നെ നായികയ്ക്ക് അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. സത്യ ആണെങ്കിൽ കുറെ ആൾക്കാരെ എല്ലാം കൂട്ടി ഒരു സംഘടന രൂപീകരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനം എടുത്താണ് ഈ കൊലകളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരുടെ ആ ദൗത്യം എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് താക്കൂർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അതായത് അവർ പ്ലാൻ ചെയ്യുന്ന കൊലകളെല്ലാം നടപ്പിലാക്കുന്നത് അയാളായിരുന്നു. അന്ന് അയാളെ ദ്രോഹിച്ച സ്വാമി ഒരു മൊട്ടത്തലേനായിരുന്നു. സോ അയാളോടുള്ള പ്രതികാരം എന്നുള്ള രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും തലയെല്ലാം മൊട്ടയടിച്ച് ആ രീതിക്ക് അയാൾ കൊന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനിൽ നമ്മുടെ നായികനെ കാണിക്കുവാണ്. നായിക ഇപ്പോഴും സത്യനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായികയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അവിടെ അടുത്തുള്ള അമ്പലത്തില് വലിയൊരു ചടങ്ങ് നടക്കാൻ പോവാണ്. അടുത്തുള്ള മലേന്റെ മുകളിൽ ഒരു ജ്യോതി തെളിയുന്ന സമയം ആ അമ്പലത്തിൽ നിന്നുകൊണ്ട് ആ കാഴ്ച കാണുന്ന എല്ലാ ഭക്തജനങ്ങളും അവിടുത്തെ കുളത്തിൽ ഇറങ്ങി കുളിക്കും. അവിടെ എന്തോ ഒരു അപകടം നടക്കാൻ പോകുന്നു എന്നായിരുന്നു നായികയ്ക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് സത്യ പ്ലാൻ ചെയ്തതാണ്. വിശ്വാസത്തിന്റെ പേരില് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഈ ഒരു കൂട്ടം ഭക്തജനങ്ങളെ ഈ അവസരം മുതലാക്കി ഒരുമിച്ച് തീർക്കാനായിരിക്കും സത്യയുടെ പ്ലാനിംഗ് എന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നായിക അവനെ കണ്ടെത്തുവാണ്. അങ്ങനെ താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യ എന്ന് പറയുന്ന വ്യക്തി അതായത് തന്റെ ചേട്ടൻ ആനന്ദാണെന്ന് അറിയുന്ന സമയം നായിക ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ തടഞ്ഞ് നായികയാണ് അയാളുടെ അനിയത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം നായിക തുറന്നു പറയുന്നു. എന്നിട്ട് ദേവി ഇത് ഇത്രയും വലിയ ക്രൈം ചേട്ടൻ ചെയ്യില്ലെന്നൊക്കെ അവളെ റിക്വസ്റ്റ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്ന സത്യ പറയുകയാണ് ദൈവത്തിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലേ നമ്മുടെ കുടുംബത്തിനെ തന്നെ നാട്ടുകാരില്ലാതാക്കിയത്. അതേ
അതേ ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കുറെ ആൾക്കാർ നടപ്പുണ്ട്. അവരെല്ലാരും ഇല്ലാതാക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ തടയാൻ നിൽക്കണ്ട. ഏത് വിധേനയും ഞാനിത് ചെയ്യുമെന്ന്. ഇത് കേൾക്കുന്ന നായിക റിക്വസ്റ്റ് ചെയ്യുവാണ്. ചേട്ടൻ എനിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനിപ്പോ ജീവനോട് കൂടി തിരിച്ചു വന്നില്ലേ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെയെന്ന്. പറ്റില്ല മോളെ, ഇതൊരു ഉറച്ച തീരുമാനമാണ്. എനിക്കിത് ചെയ്തേ തീരുമെന്നും പറഞ്ഞ് സത്യ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയം വേറെ നിവൃത്തിയില്ലാതെ അസേ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ നായിക അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് ചേട്ടന്റെ അടുത്തിരുന്ന് ഒരുപാട് കാര്യമാണ് നായിക. അങ്ങനെ സ്വന്തം ചേട്ടനാണെന്ന് പോലും നോക്കാതെ നായിക ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അത്ര ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ അതോടുകൂടി ആ കേസും തീരുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ സ്റ്റോറി ഉണ്ടാവുകയാണ്. അപ്പൊ മച്ചാമാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റോറി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായോ? തൃശ്ശന്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് ആയ ബൃന്ദ എന്ന് പറയുന്ന ഈ സീരീസ് നമ്മൾ 2 പാർട്ടായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 പാർട്ട് നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങൾ ഇതേപോലുള്ള പുതിയ പുതിയ സീരീസും മൂവീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലിന്റെ കാര്യം മറക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോളൂ. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.